ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൃഷ്ടി ബൈ ആര്യ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബോയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പിക്ക് വരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടോ, പിന്നെ സൂചി നൂല് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്, പിന്നെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അതാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് നല്ല എന്ന് വെച്ചാൽ നല്ല ഉറച്ചിട്ട് നിൽക്കുമല്ലോ, പോയി പോവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ 2 അലിഗേറ്റർ ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ക്ലോത്തിൻ്റെ അകത്ത് നമ്മുടെ ക്യാൻവാസ് ഇല്ലേ, ഡ്രസ്സിൻ്റെ കഴുത്തിനൊക്കെ വെക്കുന്ന ആ ഒരു ക്യാൻവാസ് നടുക്കായിട്ട് ഇസ്തിരിട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ച് നല്ല കട്ടിയിലവിടെ നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ, ബീഡ്സൊക്കെ ഒട്ടിക്കുമ്പോൾ നല്ല ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ B7000 ഗ്ലൂ ആക്കിയിട്ട് ഇതിങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2 ഭാഗവും അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുക. പിന്നെ 2 വശങ്ങളും കൂടി ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. എനിക്ക് കിട്ടിയ ഒരു ഓർഡറിൻ്റെ ബേസിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ബോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തത്. അവരുടെ ഡ്രസ്സിൻ്റെ കളർ മാച്ചാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു നൂലില്ലേ അതൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ബോൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതൊന്ന് നല്ല ഉറച്ചിട്ട് നിൽക്കും. എന്നിട്ട് ബാക്കിലൊരു കെട്ടിട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സൃഷ്ടി ബൈ ആര്യ എന്ന് തന്നെയാണ് പേര്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ, മറന്നു പോരുതേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ B7000 തന്നെ എടുത്തിട്ട് ഒന്നുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു വൈറ്റ് പേൾസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഡ്രസ്സിൻ്റെ മുകളിൽ ഉള്ളത് വൈറ്റ് പേൾസാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് വൈറ്റ് പേൾസ് തന്നെയാണ്. അതാണ് കുറച്ചും കൂടി ഒരു ലുക്ക് തരിക. അപ്പോൾ നമ്മൾ വൈറ്റ് പേൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. 2 അറ്റത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അറ്റത്ത് ചെയ്തതിന് ശേഷം അടുത്ത അറ്റത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീഡ്സ് വെച്ച് കൊടുത്തപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഗ്ലൂ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുക്കുക. ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട്. എന്നിട്ട് വേണം ചുറ്റിയെടുക്കാൻ കേട്ടോ, എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് നിന്നോളും.
അപ്പം ഞാനിങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിവിടെ കഴിഞ്ഞാൽ നമ്മുടെ ബോ ഫൈനൽ ലുക്കായി. പിന്നെ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മളെ ബോ ഫിനിഷായി. ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ? ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അടിപൊളിയായില്ലേ? അപ്പോൾ എല്ലാവരും മറന്നു പോകാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്